ഇന്നത്തെ ആവേശം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ കൃത്യം 3 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് വിഷു ഈദ് റിലീസുകളിലെ വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ കൂടുതൽ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആവേശം സിനിമയുടെ 3 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് വിഷു ദിനം ഞായറാഴ്ച ദിവസം അടക്കം വമ്പൻ പ്രീസെയിലോടെ മുന്നോട്ട് കുതിക്കുന്ന സിനിമ 3 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും നേരത്തെ പ്രതീക്ഷിച്ച പോലെ 33 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ കേരള ഗ്രോസ് 10 കോടി 50 ലക്ഷത്തിന് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഫഹദിന്റെ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും വേഗതയാർന്ന കളക്ഷനായിട്ട് ആവേശം കളക്ഷൻ മാറുകയാണ്. വെറും 3 ദിവസങ്ങൾ കൊണ്ട് 10 കോടി രൂപയ്ക്ക് മുകളിലും 33 കോടി രൂപയ്ക്ക് മുകളിലും കേരള വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുമ്പോൾ ഇന്ന് വമ്പൻ കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമ ഫഹദിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്നുവെന്ന് ഇതോടെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വൻ തരംഗമായിട്ട് സിനിമ കേരളത്തിൽ മാറിയിരിക്കുകയാണ്. മണിക്കൂറിൽ 10,000-ലധികം ടിക്കറ്റ് വിൽപ്പനയെല്ലാം തന്നെയാണ് സിനിമയുടെ പേരിൽ ഇതിനോടകം തന്നെ ബുക്ക് മൈ ഷോയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ തമിഴ്നാട്ടിലെ യഥാർത്ഥ കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ 3 ദിവസങ്ങൾക്കിടയിൽ വൻ തരംഗമായി അവിടെ സിനിമയ്ക്ക് ഇന്നലത്തേക്കാൾ വമ്പൻ ബുക്കിങ്ങും കളക്ഷൻ എല്ലാം തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 1 കോടി രൂപയ്ക്ക് മുകളിൽ തമിഴ്നാട് കളക്ഷൻ ഉണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടുത്തെ ട്രാക്കേഴ്സ് ഒന്നും തന്നെ നിലവിൽ സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ പുറത്തുവിട്ടിട്ടില്ല. മാമന്നൻ, വിക്രം ഉൾപ്പെടെയുള്ള തമിഴ് സിനിമകളിലൂടെയും പുഷ്പ ഉൾപ്പെടെയുള്ള സിനിമയിലൂടെയെല്ലാം തന്നെ ഫഹദ് അവിടെ തമിഴ്നാട്ടിലും പരിചിതനാണ്. കൂട്ടത്തിൽ മാമന്നൻ എന്ന സിനിമയിലെ ഫഹദിന്റെ കഥാപാത്രത്തിന് കഴിഞ്ഞ വർഷം ഏത് ലെവൽ ഒരു സ്വീകാര്യതയെല്ലാം തന്നെയാണ് ലഭ്യമായത് എന്ന് അന്നത്തെ സോഷ്യൽ മീഡിയ കമന്റുകളിൽ നിന്ന് വളരെയധികം വ്യക്തമാണ്. ആ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെക്കാൾ വലിയ സ്വീകാര്യതയായിരുന്നു അന്ന് ഫഹദിന് ലഭ്യമായത്. തമിഴ്നാട്ടിൽ ഇനിയും സിനിമ ഉയരെ പറക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 2020 ശേഷം ഫഹദിന്റെ മലയാളം സിനിമകളായിട്ട് വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുള്ളൂ. കൂടുതൽ സിനിമകളും ഡയറക്റ്റ് OTT റിലീസും അന്യഭാഷാ സിനിമകളായിരുന്നു. ഇതിൽ കഴിഞ്ഞ വർഷം പ്രൊമോഷനൊന്നും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയുടെ ഫൈനൽ 10 കോടി കളക്ഷൻ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസത്തെ കളക്ഷനോടെ ആവേശം മറികടന്നിരിക്കുകയാണ്. ആവേശം പോലെ തന്നെ വമ്പൻ ഹൈപ്പിൽ റിലീസ് ചെയ്ത 2020 ട്രാൻസ് എന്ന ഫഹദിന്റെ സിനിമയുടെ ഫൈനൽ കളക്ഷനായ 21 കോടിയും കഴിഞ്ഞ ദിവസത്തെ കളക്ഷനോടെ ആവേശം മറികടന്നിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ആവേശം കളക്ഷനായിട്ട്.